نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وما آتيتم من زكاة تريدون وجه الله فأولئك هم المضعفون وجبت علي زكاة ما ملكت يدي وزكاة جاهي أن أعين وأشفع اتقوا الله عباد الله സ്നേഹാദരരായ സത്യവിശ്വാസികളെ സ്രഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിന്റെ വിധികൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുക. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പണത്തെ കുറിച്ചുള്ള പഠനശാലക്ക് അഫ്നോളജി എന്നാണ് പറയുന്നത്. പണം ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലും പണം അനിവാര്യമായ കാര്യമാണ്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ വെച്ച് 4 കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടല്ലാതെ എന്റെയും നിങ്ങളുടെയും കാൽപാദങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്ന് ഹബീബുന സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഅ. 4 കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടല്ലാതെ ഒരു അടിമയുടെ 2 കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. ഒന്നാമത്തെ കാര്യം അൻ ഉംരിഹി, അവന്റെ ആയുസ്സിനെ കുറിച്ചാണ്. ഫീമ അഫ്നാഹു, എന്ത് വിഷയത്തിനാണ് നിന്റെ ആയുസ് നീ ചിലവഴിച്ചു എന്നതാണ്. രണ്ടാമത്തേതുമായ ഇൽമിഹി, അറിവിനെ കുറിച്ചാണ്. മാദാ അമില ബിഹി, നിന്റെ അറിവ് കൊണ്ട് നീ എന്താണ് പ്രവർത്തിച്ചത്. മൂന്നാമത്തെ ചോദ്യം വഅൻ ജിസ്മിഹി, അവന്റെ ശരീരത്തെ കുറിച്ചാണ്. ഫീമ അബ്ലാഹു, നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു. നാലാമത്തെ ചോദ്യം വഅൻ മാലിഹി, ധനത്തെ കുറിച്ചാണ്. മിൻ അയ്ന ഇക്തസബ, നീ എവിടെ നിന്ന് സമ്പാദിച്ചു. വഫീമ അൻഫഖ, എവിടെ ചെലവഴിച്ചു. അപ്പൊ ഈ 4 ചോദ്യങ്ങൾ
ഈ 4 ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറഞ്ഞിട്ടല്ലാതെ നമ്മുടെ 2 കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്നാണ്. ഈ ചോദ്യത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ധനത്തെ കുറിച്ച് അല്ലാഹു തആല 2 ചോദ്യം, മറ്റു വിഷയങ്ങളെ കുറിച്ചൊക്കെ ഒരു ചോദ്യം, ധനത്തെ കുറിച്ച് 2 ചോദ്യം. എവിടെ നീ സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു? നമ്മുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെറും ആരാധനകളും പ്രാർത്ഥനകളും മാത്രമല്ല, മറിച്ച് മനുഷ്യരുടെ ഐഹിക ജീവിതത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളുടെ പരിഹാരവും നമ്മുടെ ഇസ്ലാമിന്റെ ഭാഗമാണ്. നമ്മുടെ സമൂഹത്തിലെ അവശരും വിവശരും ആലംബഹീനരുമായിട്ടുള്ള ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ പദ്ധതികൾ ഇസ്ലാം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു സംഗതിയാണ് സകാത്ത് എന്നത്. വിശുദ്ധ ഖുർആൻ 28 സ്ഥലങ്ങളിൽ, 4 സ്ഥലങ്ങൾ ഒഴിച്ച് 28 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തോടൊപ്പമാണ് സകാത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൽ അല്ലാഹു തആല ജനത്തിന് 4 പദമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് ഫള്, ഖിയാം, ഖൈർ, മാല്. ഫള്, ഖൈർ, ഖിയാം, മാല്, ഈ 4 പദങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ പണക്കാരുണ്ടായിരുന്നു, പാവപ്പെട്ടവരുണ്ടായിരുന്നു. പണക്കാർ സകാത്തും സദഖയും കൊടുത്ത് പുണ്യം കരസ്ഥമാക്കുന്നത് കണ്ടപ്പോ പാവപ്പെട്ട ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു, നബിയേ, പണക്കാർ സകാത്തും സദഖയും കൊടുത്ത് പുണ്യം കരസ്ഥമാക്കുന്നു, ഞങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ പ്രാർത്ഥനകളൊക്കെ, ഈ തസ്ബീഹുകളും തഹ്ലീലുകളും, ഈ തസ്ബീഹും തഹ്ലീലും തഹ്മീദും നിങ്ങൾ ഉച്ചരിക്കുവിൻ എന്ന് പറഞ്ഞപ്പോ പാവപ്പെട്ട ആൾക്കാർക്ക് ചെല്ലാൻ തുടങ്ങി. പണക്കാര് കണ്ടു, പണക്കാരും സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബർ ചൊല്ലുകയും അതോടൊപ്പം സകാത്തും സദഖയും കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ പാവപ്പെട്ട ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് പിന്നെയും കംപ്ലൈന്റ്, നബി ഓരോ അങ്ങനെ ചെയ്യുന്നുണ്ട്, അവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തീഹി മൻ യശാ. ധനം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഫദ്ലാണ്, അത് അവൻ ഉദ്ദേശിക്കുന്നവർ കൊടുക്കുന്നതാണ്. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് പൈസ ഉണ്ടായിക്കോളുന്നില്ല. ഒരാൾക്ക് ഡിഗ്രി ഉണ്ട്, PhD ഉണ്ട്, ബിരുദാനന്തര ബിരുദമുണ്ട്, പക്ഷെ അവന്റെ കയ്യിൽ പണം ഉണ്ടായിക്കോളുന്നില്ല. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് പണം ഉണ്ടാവും. വിദേശത്തൊക്കെ പണക്കാരായ എത്ര ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും, വലിയ ക്വാളിഫിക്കേഷനോ വലിയ വിദ്യാഭ്യാസം, പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ ഫദ്ലാണ്, നമ്മുടെ മിടുക്ക് കൊണ്ട് കിട്ടിയതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഫദ്ലാണ് നമ്മുടെ ധനം. രണ്ടാമത്തെ ഖിയാം, നമ്മുടെ നിലനിൽപ്പാണ്. അല്ലാഹു തആല പറഞ്ഞു, വലാ തുതു സുഫഹാ അംവാലകും അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങൾക്ക് നിലനിൽപ്പ്, നിലനിൽപ്പാണ്. ഒരു മനുഷ്യന് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ കയ്യിൽ പണം വേണം. ഇസ്ലാം എത്രയും പണം സമ്പാദിക്കാം, എത്ര നമുക്ക് സമ്പാദിക്കാം, പക്ഷേ അത് ഹലാലായ മാർഗത്തിലൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. നാളെ പരലോകത്ത് ചോദ്യമുണ്ട്. ഇവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ചോദ്യമുണ്ട്. നാളെ പരലോകത്ത് അള്ളാഹിന്റെ മുമ്പിൽ ബോധിപ്പിക്കണം, എവിടെ നിന്നാണ് നീ ധനം സമ്പാദിച്ചത്, എവിടെ ചെലവഴിച്ചു. ഖുർആനിൽ 2 പദങ്ങൾ പറഞ്ഞു, ഒന്ന് ഫദ്ല്, മറ്റൊന്ന് ഖിയാം. അപ്പൊ നമ്മുടെ കയ്യിലൊന്ന് പണം വേണം. മൂന്നാമത്തത് മാല. മാല എമീർ എന്ന് അറബി പറയാൻ ചായ്വുന്ന. എല്ലാ ആൾക്കാർക്കും പണം ആവശ്യമാണ്. നമ്മുടെ ഈ പള്ളിയിൽ കൂടിയിരുന്ന ആൾക്കാർക്കൊക്കെ പൈസ ആവശ്യം. പൈസ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യണ്ടാവില്ല. അത് ഉസ്താദാവട്ടെ, പണ്ഡിതനാവട്ടെ, ഏതാളാണെങ്കിലും എല്ലാ ആളുകൾക്കും എന്ത് വേണം? പണം വേണം. നാലാമത്തെ ഖൈർ. മനുഷ്യന്മാർക്ക് പണത്തോട് അങ്ങേയറ്റം ഇഷ്ടമാണ് എന്നാണ്. പണം എത്ര കിട്ടിയാലും ആളുകൾക്ക് തീരൂലാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന ലിബ്നി ആദം വാദി മിൻ ദഹബ്. ഒരു മനുഷ്യന് ഒരു താഴ്വാരം നിറയെ സ്വർണം കിട്ടിയാൽ എന്നാൽ എന്താ ചെയ്യാം? ഇൽതമസ മഅഹു വാദിൻ ആഖർ. മറ്റൊരു താഴ്വര കൂടി കിട്ടണമെന്ന് അവൻ ആഗ്രഹിക്കുക.
അവന്റെ വായ മണ്ണ് നിറഞ്ഞിട്ടല്ലാതെ ഓ മരിച്ച് അവരെ കബറിൽ കൊണ്ടുവെക്കണവരേക്കും അവന് പണത്തോട് ആഗ്രഹം ഉണ്ടാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു താഴ്വര ഒരാൾക്ക് സ്വർണം കിട്ടിയാൽ പിന്നെ അതുപോലെ വേറെ താഴ്വര കിട്ടണമെന്നാണ്. അതുകൊണ്ട് അതാണ് അലി റളിയല്ലാഹു അൻഹു പ്രസിദ്ധമായ ഒരു ബൈത്തുണ്ട്, വഫീ ഖബ്രി കഫി തിഫ്ലി ഇൻദ വിലാദതി ദലീലുൻ അലൽ ഹിർസിൽ മുറക്കബി ഫിൽ ഹയ്യി വഫീ ബസതിഹാ ഇൻദൽ മമാതി മവാഇദു അലാ ഫൻദുറൂനി ഖദ് ഖറജതു ബിലാ ഷൈ വഫീ ഖബ്രി കഫി തിഫ്ലി ഇൻദ വിലാദതി. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ടുണ്ടാവും. ദലീലുൻ, തെളിവാണ്, അലൽ ഹിർസിൽ മുറക്കബി ഫിൽ ഹയ്യി, ഞാൻ ഈ ദുനിയാവിൽ വാരിക്കൂട്ടുന്നാണ് അവൻ ജനിക്കുമ്പോൾ തന്നെ എന്റെ ചിന്ത. വഫീ ബസതിഹാ ഇൻദൽ മമാതി മവാഇദു, മരിക്കുന്ന സമയത്ത് അവന്റെ കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ടുണ്ടാകും. ഫൻദുറൂനി അലാ ഫൻദുറൂനി ഖദ് ഖറജതു ബിലാ ഷൈഇൻ, ഞാനൊന്നുമില്ലാതെയാണ് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങി പോകുന്നത്. അതുകൊണ്ട് സകാത്തിന്റെയും സ്വതക്കയുടെയും വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിത കാലഘട്ടത്തിൽ ഹിജറ 2-ാം വർഷമാണ് സകാത്ത് നിർബന്ധമാക്കിയത്. എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എത്രയാണ് അതിന്റെ അളവ്, അതിന്റെ മാനദണ്ഡം അങ്ങനെ. എന്നാൽ പൂർവ്വകാല സമുദായങ്ങളിൽ സകാത്ത് ഉണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെയും യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം പറഞ്ഞ് അല്ലാഹു തആല പറഞ്ഞു, വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഅഹൈനാ ഇലൈഹിം ഫഅലൽ ഖൈറാത്ത് വഇഖാമിസ് സ്വലാത്ത് വഇതാഇസ് സകാത്ത് വകാനൂ ലനാ അബിദീൻ. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, മുൻകാല സമുദായങ്ങളിലും സകാത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അത് എത്ര കൊടുക്കണം, അതിന്റെ നിസാബ് എത്രയാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാല ജീവിതഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സകാത്ത് അതിന് നിസാബ് ഇത്യാദികൾ കൊടുത്താൽ മതി. എന്താ നിസാബ് എന്ന് പറഞ്ഞാൽ, സകാത്ത് നിർബന്ധമാകുന്ന ചില നിബന്ധനകൾക്ക് വിധേയമായി ഒരാളുടെ ധനത്തിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന നിർബന്ധ ദാനമാണ് സകാത്ത് എന്ന് പറയുന്നത്. ആ സകാത്ത് കൊടുക്കേണ്ട പരിധിക്കാണ് നിസാബ് എന്ന് പറയുക. സകാത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അതിന്റെ അർത്ഥം തന്നെ എന്തായാലും സകാത്ത് എന്ന പദത്തിനർത്ഥം വളർച്ച, അനുഗ്രഹം എന്നൊക്കെയാണ്. മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് മരണപ്പെട്ടു പോയി, വഫാത്തായി. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു, ഇനി സകാത്ത് ഒന്നും വേണ്ട, നബി മരിച്ചില്ലേ. ഒന്നാമത്തെ ഖലീഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? വല്ലാഹി ലാ ഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്. വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം. ലാ ഉഖാതിലന്ന, ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ആരുമായിട്ട്? മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്, നമസ്കാരത്തിന്റെയും സകാത്തിന്റെയും ഇടയിൽ വിവേചനം കാണിച്ച ആളുകൾക്ക്, സകാത്തിന്റെയും നമസ്കാരത്തിന്റെയും ഇടയിൽ വിവേചനം കാണിച്ചവർക്കെതിരെ ഞാൻ അല്ലാഹു തന്നെയാണ് സത്യം, യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. എന്നിട്ട് പറഞ്ഞു, ഫഇന്ന സകാത ഹഖുൽ മാൽ, സകാത്ത് എന്നത് ധനത്തിന്റെ അവകാശമാണ്. ലൗ മനഊനി ഇഖാലൻ, ഒട്ടകത്തെ കെട്ടിയിരുന്ന കയറ്, വടം, ആ ഒരു വടം പോലും എനിക്ക് നൽകിയില്ലായിരുന്നെങ്കിൽ കാനു യുഅദ്ദൂനഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു ഒട്ടകത്തിന്റെ കയറ് പോലും കൊടുക്കുന്നത് അതുപോലും എനിക്ക് നൽകിയിട്ടില്ലായെങ്കിൽ ലഖാതൽതും അലാ മൻഇഹാ, അത് തടഞ്ഞതിന്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. നബിയുടെ കാലത്ത് ഒരു ഒട്ടകത്തിന്റെ കയറാണ് സക്കാത്തിന്റെ വിഹിതത്തിലേക്ക് കൊടുക്കുന്നത്, അതുപോലും കൊടുക്കാതിരിക്കുന്ന ആൾക്ക് അവനെതിരെ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം. ഇത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു അബൂബക്കർ അത് തോന്നിപ്പിച്ചതാണ്. നമ്മൾ ഒരിക്കലും നിസ്കരിക്കുന്നത് പോലെ
അത്രയും പ്രാധാന്യമുണ്ട് സക്കാത്തിന്. സക്കാത്ത് സമ്പത്തിനെ ഇരട്ടിപ്പിക്കുമെന്നാണ്. ആളുകൾ പല ബിസിനസ്സിൽ കയറും. എന്തിനാ? പൈസ ഇറക്കിക്കാൻ. പല ആൾക്കാരും പല തട്ടിപ്പിൽ കൊടുക്കാറുണ്ട്. ബാങ്കിൽ കൊണ്ടുപോയിടും പൈസ ഇറക്കിക്കാൻ. എന്നാൽ പണം ഇരട്ടിക്കാൻ അല്ലാഹു തആല പറയാൻ, ഇന്നൽ മുസദ്ദിഖീന വൽ മുസദ്ദിഖാത്ത് വഅഖറല്ലാഹ ഖർളൻ ഹസന യുദാഅഫു ലഹും വലഹും അജ്റുൻ കരീം. ഇന്നൽ മുസദ്ദിഖീന വൽ മുസദ്ദിഖാത്ത്, സകാത്ത് കൊടുക്കുന്ന ആണുങ്ങൾ, സകാത്ത് കൊടുക്കുന്ന പെണ്ണുങ്ങൾ, വഖറല്ലാഹ ഖർളൻ ഹസന, അല്ലാഹുവിന് വേണ്ടി നല്ല രൂപത്തിൽ കടം കൊടുക്കുന്നവരാരോ, യുദാഅഫു ലഹും, അവർക്ക് നാം ഇരട്ടിപ്പിച്ചു കൊടുക്കും, വലഹും അജ്റുൻ കരീം, അവർക്ക് മാന്യമായ പ്രതിഫലമുണ്ട്. ഒരു ഉരുള ഭക്ഷണം ഒരു പാവപ്പെട്ട ആൾക്ക് കൊടുത്താൽ ഉഹുദ് മലയോളം അല്ലാഹു തആല ഉയർത്തുമെന്നാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, വമാ ആതൈതും മിൻ സകാത്തിൻ, ആരെങ്കിലും സകാത്ത് കൊടുത്താൽ തുരീദൂന വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും സകാത്ത് കൊടുത്താൽ ഫഉലൈക ഹുമുൽ മുഅ്രിഫൂൻ, അവരാകുന്നു ധനം ഇരട്ടിപ്പിക്കുന്നവർ. മാ നഖസത് സദഖത്തും മിൻ മാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സകാത്ത് കൊടുത്തുകൊണ്ട് ധനം ചുരുങ്ങൂല. ഖുർആനിൽ ഇവിടെ സ്വതക്ക എന്ന് പറഞ്ഞാൽ സകാത്ത് എന്നാണ്. നമ്മളത് മനസ്സിലാക്കണം. ആളുകളൊക്കെ വിചാരം സ്വർണ്ണം ഉണ്ടാവും കയ്യിൽ, പക്ഷെ അത് കൊടുക്കൂല, സ്വർണ്ണം കുറവ് വരുമല്ലോ. അല്ല, അല്ലാഹു തആല പറയാണ്, ഉള്ള സമ്പത്ത് ശുദ്ധീകരിച്ചാൽ അല്ലാഹു ഇരട്ടിച്ചു തരുന്ന. നമ്മളിങ്ങോട്ട് പിറന്നു വീഴുമ്പോ നമ്മുടെ ആരെയും ഒരു ചരട് പോലും ഇല്ലാതെ ഇങ്ങോട്ട് പിറന്നു വീഴുന്നു, ഒന്നും നമ്മൾ കൊണ്ടുവന്നില്ല. ആ അല്ലാഹു പറയണം നമ്മളോട്, നിങ്ങളുടെ സമ്പത്ത് സകാത്തിന്റെ നിസാബെത്തി കഴിഞ്ഞാൽ നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കണം. കൊടുത്താൽ അല്ലാഹു ഇരട്ടിച്ചു തരുന്ന. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? സക്കാത്ത് വെക്കാതെ പിശുക്കുന്ന ആൾക്കാരെ വണ്ടിയുടെ ലോറാമ ജാമാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനാവശ്യ ചെലവുകൾ വരും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും, ഒന്നിനും ബർക്കത്തൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സകാത്ത് ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല ഖുർആനിൽ പറയാണ്, സകാത്ത് കൊടുക്കാത്ത ആൾക്കാർ മുശ്രിക്കീങ്ങളാണ്. ഖുർആൻ മുശ്രിക്കീങ്ങളാണ്. വവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് നാശം. അല്ലദീന ലാ യഅ്തൂന സകാത്ത്, സകാത്ത് കൊടുക്കാത്തവരാണ് അവർ. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ പരലോകത്തെ നിഷേധിക്കുന്നവരുമാണ്. അല്ലാഹു പറയാം, ഒരു സമുദായം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയാം, ഒരു സമുദായം സകാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അവിടെ മഴ വർഷിപ്പിക്കൂല. പിന്നെന്താ മഴ പെയ്യാനുള്ള കാരണം? എന്താ? അവിടെയുള്ള മറ്റു ജന്തുജാലങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. അത്രയും ഗുരുതരമായ കാര്യമാണ് പിശുക്കിയിട്ട് സകാത്ത് കൊടുക്കാതിരുന്നാൽ. ഇനി നാളെ പരലോകത്തെ അവസ്ഥ എന്താ? അല്ലാഹു തആല സൂറത്ത് തൗബയിലെ 34-35 ആയത്തിലൂടെ പറയുന്നു, വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. والذين يكنزون الذهب والفضة, സ്വർണ്ണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുന്നവർ, സ്വർണ്ണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുന്നവർ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാത്തവരാരോ, ഫബശ്ശിർഹും, നീ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക, ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ കൊണ്ട് നീ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. യൗമ യുഹ്മാ അലൈഹാ, അവരുടെ മേൽ ചുട്ടുപഴുപ്പിക്കും, ഫീ നാരി ജഹന്നം, കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ അവരെ ചുട്ടുപഴുപ്പിക്കും, ഫതുഖുവാ ബിഹാ, ചൂടുവെക്കും, ജിബാഹും അവരുടെ നെറ്റിത്തടത്തിൽ, വജ്നൂബുഹും അവരുടെ പാർശ്വഭാഗത്ത്, വദുഹൂറുഹും അവരുടെ മുതുകിൽ, അവരുടെ നെറ്റത്തും പാർശ്വഭാഗത്തും മുതുകിലും ചൂടുവെക്കും. എന്നിട്ട് അല്ലാഹു തആല അവരോട് പറയും, ഹാദാ മാ കനസ്തും ലി അൻഫുസികും, ഇതാ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന നിക്ഷേപം ഇതാ, വദൂഖൂ മാ കുൻതും തക്നിസൂൻ, ഇതാ നിങ്ങൾ നിക്ഷേപിച്ചു വെച്ചത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. നമ്മൾ നമ്മുടെ വീട്ടിൽ കെട്ടിപ്പൂട്ടി വെച്ച് പിശുക്ക് കാണിച്ച് സകാത്ത് കൊടുക്കാതെ എടുത്തു വെച്ച മുതല് നാളെ നരകത്തില് നമുക്കെതിരെ വരുന്ന, നമ്മളെ ചുട്ടുപഴിപ്പിക്കാൻ വരുന്ന. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
മൻ അതാഹു അല്ലാഹു മാലൻ, ആർക്കെങ്കിലും അല്ലാഹു തആല ധനം നൽകിയാൽ ഫലം യുഅദ്ദി സകാതഹു, അവൻ സകാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ മുസ്തില ലഹു യൗമൽ ഖിയാമ ശുജാഅൻ അഖറ, അല്ലാഹു തആല അവന്റെ ധനത്തെ കോലം മാറ്റുന്ന, മുസ്തില എന്ന രൂപം മാറ്റും. എന്താക്കി മാറ്റും? അതിനെ ശുജാഅൻ അഖറ, ഉഗ്രവിഷമുള്ള സർപ്പമാക്കി മാറ്റും. എന്നിട്ട് പാമ്പിനെ പറ്റി പറഞ്ഞു, അതിന്റെ കണ്ണിൽ 2 കറുത്ത കുത്തുണ്ട്. യുതവഖഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ പാമ്പിനെ അവന്റെ കഴുത്തിൽ ചാർത്തും. സുമ്മ യഖുദു ബിലിസ്നതൈഹി, അവന്റെ വായിന്റെ 2 ഭാഗങ്ങൾ പിടിച്ചിനെ വലിക്കുന്ന. എന്നിട്ട് പറയും, അനക അൻസുക, ഞാൻ നിന്റെ നിക്ഷേപമാണ്, അനമാലുക, ഞാൻ നിന്റെ ധനമാണ്. ഈ പറയുന്നത് നമ്മുടെ ഭാവിയും ഭൂതവും അറിയുന്ന, വർത്തമാനം അറിയുന്ന അല്ലാഹു തആലയുടെ കലാമുള്ളതും ലോകത്ത് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി, ثم تلا هذه الآية, ഈ ആയത്ത് ഓതി. ഏതായത്ത്? സൂറത്ത് ആൽ ഇംറാനിലെ 180ാമത്തെ ആയത്ത് ഓതി. ولا يحسبن الذين يبخلون بما آتاهم الله من فضله, അല്ലാഹുവിന്റെ ഫضലിൽ നിന്ന്, അല്ലാഹു തആല നൽകിയതിൽ നിന്ന് പിശുക്ക് കാണിക്കുന്ന ആളുകൾ വിചാരിക്കണ്ട. എന്ത് വിചാരിക്കണ്ട? ഹുവ ഖൈറുൽ ലഹും, അവർക്കത് ഖൈറാണെന്ന് വിചാരിക്കണ്ട. ഹുവ ഖൈറുൽ ലഹും, അവർക്ക് ഖൈറാണെന്ന് വിചാരിക്കണ്ട. ബൽ ഹുവ ശർറുൽ ലഹും, അത് അവർക്ക് ശർറാണ്, അവർക്കത് തിന്മയാണ്. സയുതവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരുടെ കണ്ടങ്ങളിൽ വളയമണിയിക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഇതിന് നിസാബ് എത്തിക്കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കണം. അത് വേസ്റ്റാണ്. പാവങ്ങളുടെ അതിന്റെ ഓഹരി ഉണ്ടല്ലോ, നിശ്ചിത ശതമാനം, അത് അവർക്ക് നമ്മൾ നൽകണം. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. നമ്മുടെ ഭാര്യക്കും മക്കൾക്കും നമ്മുടെ ആശുപത്രിക്കും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അത് പാവപ്പെട്ടവരുടെ അവകാശമാണ്. അത് കൊടുത്തുവിടും. മാത്രമല്ല, സകാത്ത് കൊടുക്കാത്ത ആൾക്കാർ നരകത്തിലാണ് എന്നാണ് ഹദീസിൽ. ഈ സകാത്ത് കൊടുത്താലുള്ള നേട്ടങ്ങൾ എന്തൊക്കെ? ഒന്നാമത്തെ നേട്ടം, പരീക്ഷണത്തിന് സന്നദ്ധനാകുന്നതാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പരീക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ സമുദായത്തിലും ഫിത്നയുണ്ട്, പരീക്ഷണമുണ്ട്. വഫിത്നതു ഉമ്മതി അൽമാൽ, എന്റെ ഉമ്മത്തിലെ ഫിത്ന എന്ന് പറഞ്ഞാൽ, പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് ധനമാണ് എന്നാണ്. ഈ പരീക്ഷണത്തിൽ ഒരാൾ വിജയിച്ചാൽ പിന്നെ മറ്റു പരീക്ഷണങ്ങളൊക്കെ അതിജീവിക്കും. നിസ്കരിക്കാൻ പൈസക്ക് ചെലവില്ല, വേറെന്തിനും പൈസ കഴിയുമ്പോൾ ചെലവാവണില്ല. പക്ഷെ അവനാൻ അധ്വാനിച്ചുണ്ടാക്കിയത് മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പരീക്ഷണമാണ്. രണ്ടാമത്, മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം, എല്ലാം ശുദ്ധീകരിക്കാറുണ്ട്. വാഹനത്തില് പെട്രോളും ഡീസലൊക്കെ ശുദ്ധീകരിക്കാതെ എഞ്ചിനിൽ ഒഴിച്ചാൽ എന്താ ഉണ്ടാവുക? വാഹനം കംപ്ലൈന്റ് വരും. ഇതുപോലെ നമ്മുടെ ധനത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. എന്ത് സാധനം ശുദ്ധീകരിച്ചാലും കുറവ് വരും. നമ്മള് ടൗണിൽ പോയിട്ട് തക്കാളി കൊണ്ടുവന്നത് ശുദ്ധീകരിച്ചാൽ ചീനതൊക്കെ ഒഴിവാക്കി എണ്ണ കുറയും. പക്ഷേ ധനം ശുദ്ധീകരിച്ചാൽ, സകാത്ത് കൊടുത്താൽ അത് അധികരിക്കുന്ന. തീർന്നില്ല. അല്ലാഹു തആല പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖ, നീ അവരിൽ നിന്ന് സകാത്ത് സ്വീകരിക്കുക. എന്തിനാ സകാത്തിന്റെ നേട്ടം? തുദഹിറുഹും വതുസക്കീഹിം ബിഹാ, അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നതാണത് എന്നാണ്. കാർഷിക വരുമാനത്തിന് എപ്പോഴാണ് വിളവെടുക്കുന്നത് അപ്പോഴാണ് സകാത്ത് കൊടുക്കേണ്ടത്. കച്ചവടത്തിന് കച്ചവടം തുടങ്ങി 1 വർഷം പൂർത്തീകരിക്കുമ്പോഴാണ് സകാത്ത് കൊടുക്കേണ്ടത്. ലാ സകാത്ത ഫി മാലിൻ ഹത്താ യഹൂല അലൈഹി ഹൗൽ, ഒരു ധനത്തിന് വർഷം പൂർത്തിയാകുമ്പോഴല്ലാതെ സകാത്ത് ഇല്ല എന്നാണ്. ഒരാൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 2.5% സകാത്ത് കൊടുക്കണം എന്നതാണ്. 100 കൊണ്ട് 100നെ 40 കൊണ്ട് ഇരിക്കുക. 100 രൂപ ഉണ്ടെങ്കിൽ 2.5 രൂപ. 1000ത്തെ 40 കൊണ്ട് അയച്ചാൽ കേട്ടോ 250. അങ്ങനെ അങ്ങനെ ഓരോ നമ്മൾ 10,000 ആണെങ്കിൽ 40 കൊണ്ട് അയച്ചാൽ 2500. അപ്പൊ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. 97% നമുക്ക് നമ്മുടെ കുടുംബത്തിനുണ്ട്. 100നെ 40 കൊണ്ട് അയച്ചാൽ അതിന്റെ 2% കിട്ടും എന്ന് മനസ്സിലാക്കുക.
മാത്രമല്ല സ്വതക്ക എന്നുള്ളത് എല്ലാ ആളുകൾക്കും കൊടുക്കാൻ പറ്റും. സ്വതക്ക നമുക്കൊക്കെ കൊടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ സ്വതക്ക കൊടുക്കും. സ്വതക്ക കൊടുക്കാൻ പൈസക്കാരനാവണമെന്നില്ല. പൈസ ഉണ്ടായിട്ട് ഒരാൾക്ക് കൊടുക്കലുണ്ടാവില്ല, ഉള്ളതിന് കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ സക്കാത്ത് എന്നത് അതിന്റെ നിസാബ് എത്തി കഴിഞ്ഞാലാണ് അത് കൊടുക്കേണ്ടത്. ആർക്കൊക്കെയാണ് അത് ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഇന്നമ സ്വതഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വമുഅല്ലഫതി ഖുലൂബുഹും വഫി റിഖാബ് വൽ ആലിമീന വഫി സബീലില്ലാഹ് വഫി സബീൽ ദരിദ്രർ, അഗതി, ജോലിക്കാര്, മനസ്സിറങ്ങിയവർ, ഇസ്ലാമിലേക്ക് മനസ്സിറങ്ങിയവർ, അടിമമോചനത്തിന്, കടം കൊണ്ട് വരുന്ന ആളുകൾ, അള്ളാന്റെ മാർഗത്തില്, അതുപോലെ തന്നെ വൈപോക്കൻ, ഇതിലൊക്കെ തഫ്സീർ എടുത്ത് വായിച്ചാൽ, അമാനുവിന്റെ തഫ്സീർ വായിച്ചാൽ കിട്ടും. ഈ ഖുതുബയിൽ കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ വിഷയമൊക്കെ പഠിച്ച് സംഘടിതമായ സക്കാത്ത് അതാണ് നമുക്ക് വേണ്ടത്. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനുള്ള ആഫിയത്തും തൗഫീഖും ആരോഗ്യവും നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സക്കാത്ത് കൊണ്ടുള്ള ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഒരാൾക്ക് സക്കാത്ത് കൊടുക്കുമ്പോൾ അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയാണ്. അല്ലാതെ 27 രാവിലെ അന്ന് ഒരു പൈസ കൊടുക്കുന്ന സമ്പ്രദായം അതല്ല. അങ്ങനൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമില് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് ധനം ചെലവഴിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സദഖ കൊടുത്തിരുന്നു എന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അറിയുന്ന ആളുകളോട് ചോദിച്ച് ആളുകളൊക്കെ ആ സക്കാത്തിന്റെ നിസാബെത്തിയ ആളുകളൊക്കെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് കൊടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹ ഇബാദല്ലാഹ്. മരിക്കുന്ന സമയത്തടക്കം മനുഷ്യന്മാർ പറയുന്നത് വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് മരണം വന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കണം. കാരണം എന്താ? മനുഷ്യൻ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ എനിക്ക് കുറച്ച് സമയത്തേക്ക് ബിന്ദിപ്പിച്ചു തരണമേ. എന്തിനാ? ഞാൻ ഉംറ ചെയ്ത് തരട്ടേനല്ല, ഞാൻ ഹജ്ജ് ചെയ്ത് തരട്ടേനല്ല. എന്താ പറഞ്ഞ? ഞാൻ സ്വതക്ക ചെയ്തോളാം, ഞാൻ സ്വാലിഹായിക്കോളാം. ഒന്ന് ആലോചിച്ച് നോക്കി. അവസാനത്തെ 10 പ്രവേശിക്കുക. അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സമയം വന്നു കഴിഞ്ഞാൽ ധാരാളം ഹദീസിൽ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ സ്വഭാവം ശരിക്കായിരിക്കാൻ നമ്മുടെ ഭാര്യക്കാരില്ല. നമ്മുടെ ഭാര്യനോട് വെച്ചാൽ നാട്ടുകാരോട് വെച്ചാൽ ആൾക്കാർ നല്ല സ്വഭാവത്തിലായിരിക്കും. യഥാർത്ഥ സ്വഭാവം ഒരാളെ കുറിച്ചാണെങ്കിൽ ഭാര്യയോട് ചോദിക്കണം. സഹാബത്ത് ആയിഷാബിയോട് വെച്ചു, നബിയുടെ സ്വഭാവം എന്താ? കാന ഖുൽഖുഹു ഖുർആൻ, ഇവിടെ സ്വഭാവമായിരുന്നു ഖുർആനായിരുന്നു. ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ സഹാബത്ത് ചെന്നപ്പോ സഹാബത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽ-അശ്ർ അൽ-അഖീർ, അഥവാ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ ഇദാ ദഖല അൽ-അശ്ർ അഹ്യ അൽ-ലൈൽ, രാത്രി ജീവിപ്പിക്കുന്ന ആ ഉറക്കമൊക്കെ ഒന്ന് മാറ്റി വെക്കണം. കുറച്ച് ഉറക്കം കഴിഞ്ഞ് കരയണം. മാത്രമല്ല കുടുംബക്കാരെ വിളിച്ചുണർത്തുന്ന, രാത്രി ജീവിപ്പിക്കുന്ന, രാത്രി ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്തുമായിരുന്നു അവസാനത്തെ 10. കുടുംബക്കാരൊക്കെ വിളിച്ചുണർത്തുന്ന, അരമുണ്ട് മുറുക്കിയെടുക്കും. അങ്ങനെ പറഞ്ഞത് അറിയും ഒന്ന് റെഡിയാവും, അതിനു വേണ്ടി തയ്യാറാവുന്നു. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ? ഡ്രസ്സ് വാങ്ങിക്കുക, പറ്റാത്തത് മാറ്റിക്കാൻ കൊണ്ടുപോവുക, ഇതൊക്കെയാണ്. അങ്ങനല്ല, അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ഇബാദത്തിലേക്ക് അടുക്കുക വേണ്ടത്. പലപ്പോഴും പല ആളുകളും തുടക്കത്തിൽ വലിയ ആവേശം, ഒടുക്കത്തിൽ ആവേശം ചോർന്നു പോകാറുണ്ട്. തറാവീഹ് നമസ്കാരം അല്ലേ? മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദറിന്റെ രാത്രി ആരെങ്കിലും നമസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. 1000 മാസത്തേക്കാൾ
ആ രാവ് ലൈലത്തുൽ ഖദർ എല്ലാവർക്കും ഒരേ വിഷയം. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിനങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരാനുള്ളത്. ഒരു സെക്കൻഡ് പോലും ചെലവാക്കാൻ നമുക്ക് പാടില്ല. അത് ഇബാദത്തിന് സജീവമാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇനി ഇതൊന്നും അനാവശ്യ സംസാരങ്ങള്, ഇല്ലാത്ത തർക്കങ്ങൾ, ഇതൊക്കെ ഉപേക്ഷിച്ച് നമുക്ക് മാറ്റിവെച്ച് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി മാത്രമല്ല അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഞാൻ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ, അല്ലാഹുവേ നീ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, എനിക്ക് നീ വിട്ടുവീഴ്ച തരണമേ. പള്ളിയിലൊക്കെ ഒന്ന് ഇഅ്തികാഫിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നേട്ടം. മരിക്കുന്ന സമയത്ത് ഒരാളും കൂടിയിട്ടുണ്ടാവില്ല. വാപ്പ മരിച്ചാല് മോനെ കബറിന്റെ അടുത്ത് കാവൽ നിൽക്കുവോ? മകൻ മരിച്ചാൽ വാപ്പ പോയിരിക്കോ? ഇല്ല. നമ്മൾ മരിച്ചാൽ നമ്മുടെ കൂടെ പോരുന്നത് നമ്മുടെ ഇബാദത്തുകൾ മാത്രമാണ്. ഞാൻ ഒന്നാമത്തെ ഖുതുബയിൽ സൂചിപ്പിച്ച ധനത്തെ സംബന്ധിച്ചാൽ അൽഹാഖ് മുത്തകാസുർ എന്ന് പറയുന്ന അധ്യായമുണ്ട്, സൂറത്തുൽ തകാസുർ. അതിന്റെ വ്യാഖ്യാനത്തിൽ എല്ലാ തഫ്സീറുകളും അമാനികളുടെ തഫ്സീറടക്കം ഹദീസുണ്ട്. മനുഷ്യന്മാർ പറയുന്ന മാലി മാലി, എന്റെ ധനം എന്റെ ധനം ആളുകൾ പറയും. പക്ഷേ നിന്റെ ധനം എന്ന് പറയാൻ നിനക്ക് ഇതൊന്നും നിന്റെതല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിന്റെതെന്ന് പറയാൻ നീ തിന്ന് തീർത്തത്, ഇന്ന് അത്താഴത്തിന് കഴിച്ചതാണ് നമ്മളത്, നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചത് നമ്മളതാന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. നീ ഉടുത്ത് നശിച്ചു പോയ ഡ്രസ്സാണ് നിന്റേത്. ഇപ്പൊ ധരിച്ചിട്ടുള്ളത്, നമ്മളിപ്പോ ധരിച്ച ഡ്രസ്സ് നമ്മൾ മരിച്ചാൽ ഒന്നുപോലെ എത്തിങ്ങാനോ പാവപ്പെട്ടവർക്ക് കൊണ്ടുപോയി കൊടുക്കും. നമ്മളത് ഉറപ്പ് തരാൻ പറ്റില്ല. നീ സ്വതക്ക കൊടുത്ത് നടപ്പിലാക്കി, ഇതൊക്കെയാണ് നിന്റേത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് നമ്മൾ സമയം കണ്ടെത്തണം. ഇബാദത്ത് എടുക്കാൻ വേണ്ടി നമുക്ക് സമയം കണ്ടെത്തണം. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഫറഗ ലിഇബാദതി, എനിക്ക് ഇബാദത്തിന് നീ സമയം കണ്ടെത്തണം. ആർക്കും സമയം ഉണ്ടാവില്ല. മൊബൈലൊക്കെ ഉണ്ടായപ്പോ അത് മാന്തലും ടച്ച് സ്ക്രീനിലെ ചുണ്ണാമ്പ് തേക്കലൊക്കെ നമുക്ക് പണി. എന്നാൽ നീ ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്തിയാൽ നിന്റെ മനസ്സിൽ ഞാൻ ഐശ്വര്യം നടക്കും. നിന്റെ ദാരിദ്ര്യം നീക്കും. നീ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നിന്റെ മുമ്പിൽ ഞാൻ ജോലി തിരക്കുകൾ കൊണ്ട് നടക്കും. നിന്റെ ദാരിദ്ര്യം ഞാൻ നീക്കുകയുമില്ല എന്നാണ്. നമുക്ക് ടെൻഷനൊക്കെ ഒഴിവാണ്. നമുക്ക് ദാരിദ്ര്യമൊക്കെ പോകണം. ഇബാദത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. ചില ആൾക്കാർക്ക് എന്തിനും ബിസിയാണ്. തിരക്കെപ്പോഴാ ഒഴിയാ? ഒരാൾ ഹോസ്പിറ്റലിൽ പോയി അവിടെയും തിരക്കാണ്. എല്ലാ സമയത്തും ഒരാൾക്ക് തിരക്ക്, എല്ലാം തിരക്ക്. എക്സ്റേ എടുക്കാൻ പറഞ്ഞപ്പോ അവിടെ തിരക്ക്. അങ്ങനെ ലാസ്റ്റ് ഡോക്ടർ ഒരു ടെസ്റ്റ് എഴുതി കൊടുത്തു. ആ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോ അവിടുന്ന് പറഞ്ഞു RCCയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അയാളെ തിരക്ക് അവിടെ അവസാനിച്ചു എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല. നമുക്ക് ഇനി ഉപയോഗപ്പെടുത്താത്ത ആൾക്കാർക്ക് ഉപയോഗപ്പെടുത്താൻ സമയമുണ്ട്. ഈ ഒരാൾക്ക് തോന്നാൻ ഇപ്പൊ 20 ദിവസം കഴിഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, പോരാൻ പറ്റിയില്ല, തറാവീഹിന് വരാൻ പറ്റിയില്ല. എന്നാലും നിരാശപ്പെടണ്ട, അവന് സമയം മുന്നിലുണ്ട്. ഇനിയുള്ള ദിനങ്ങൾ വളരെയധികം പരലോകത്ത് ഇതൊക്കെ നമുക്ക് കിട്ടുന്ന എല്ലാം അവിടെ കിട്ടും. ആ ഒരു ലോകത്തേക്ക് വേണ്ടി മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടാൻ, ഈ ദുനിയാവിന് സമാധാനം കിട്ടാൻ അള്ളാഹുവിന്റെ വാക്കുകൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഖുർആനിന്റെ വെളിച്ചത്തിൽ നാം ജീവിക്കണം. അല്ലെ, നാളെ നമ്മുടെ പള്ളിയിൽ വെച്ചിട്ട് ഒരു തസ്കിയത്ത്, ഖുർആൻ ചിന്തകൾ, ഖുർആന്റെ വെളിച്ചത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന വിഷയത്തിൽ സാബിഖ് കുല്ലൂരിന്റെ ക്ലാസ് ഉണ്ട്. നാളെ 4 മണിക്ക് എല്ലാവരും ആ ക്ലാസ്സിൽ എത്തിച്ചേരുക. അങ്ങനെയുള്ള ദീനീ കാര്യങ്ങളൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക, കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും എല്ലാവർക്കും ഇനിയുള്ള ദിനങ്ങളിൽ ഇബാദത്ത് ചെയ്യാൻ ആഫിയത്തും തൗഫീഖും ആരോഗ്യവും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഒരു ഭാഗത്ത് സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞേക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വർഗ്ഗവിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിലെ പുണ്യം കരസ്ഥമാക്കുന്ന
ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള ദിനങ്ങളിൽ ഇബാദത്ത് എടുക്കാനുള്ള ആരോഗ്യം, ആഫിയത്തും തൗഫീഖും താല്പര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളുടെ ഖബറുകളെ വിശാലമാക്കണമേ. അർശിന്റെ തലയിലിരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. വലതു കൈ കിടക്കലിരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പെട്ടെന്ന് അപകട മരണം കഴിയുന്ന മാറാവ്യാധികളായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹു ഈ രോഗം കൊണ്ട് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെ രോഗം നീ പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണമേ. ഞങ്ങളുടെ സമ്പത്തിലും സമയത്തിലും എല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തറാവീഹ് നമസ്കാരം, ഖുർആൻ പാരായണം, നോമ്പ്, മറ്റ് പുണ്യകർമ്മങ്ങൾ, സക്കാത്ത്, സ്വതക്ക എല്ലാ പുണ്യകർമ്മങ്ങളും അല്ലാഹു നീ സ്വീകരിച്ച അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടുള്ള മരണം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഇനിയുള്ള ദിനങ്ങളിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ ദിനങ്ങളിൽ ആ ദിനങ്ങളിലൊക്കെ ഇബാദത്ത് എടുക്കാനുള്ള താല്പര്യവും ആരോഗ്യവും ആയുസ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തും ഒക്കെ അല്ലാഹു നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.